ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അതെന്താണെന്ന് അറിയണം? ഞാൻ പറയാം. സാധാരണ മക്കളുടെയൊക്കെ അഭിപ്രായം, അല്ലെങ്കിൽ മക്കൾ അങ്ങനെയാണ് നല്ലതാണെന്നൊക്കെ മാതാപിതാക്കളുടെ മുന്നേ വെച്ചിട്ട് ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെപ്പറ്റി ഒരാൾ പോലും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നേ വെച്ചിട്ട് ഞാനൊരു നല്ല പയ്യനാണ് എന്ന് ഇതുവരെ അങ്ങനെ ആരും പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ കുറ്റമാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരാളെ സഹായിക്കും, അത് ബൈ ചാൻസിൽ അത് എന്താ പറയുന്നത്, അത് എനിക്ക് ഒരു ശത്രുതയായിട്ട് മാറും. അങ്ങനെയൊക്കെ എൻ്റെ കുറ്റങ്ങൾ, ഇല്ലെങ്കിൽ അവൻ ഭയങ്കര പ്രശ്നമാണ്, ഇല്ലെങ്കിൽ അവൻ ഭയങ്കര ഇതാണ്, എന്താ പറയുക, അവനെ കൊണ്ട് ഇരിക്കപ്പുറതയില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നെപ്പറ്റി കൂടുതൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നേ വെച്ചിട്ടൊക്കെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് എനിക്കൊരു സംഭവം ഉണ്ടായി. ഞാനിന്നൊരു സെൻഡ് ഓഫിന് പോയി, ഏഴൂരിൽ സെൻഡ് ഓഫിന് പോയപ്പം അവിടുത്തെ നാട്ടുകാർ, അപ്പം ഞാൻ അവിടെ ചെന്നു, ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും കുഞ്ഞും കൂടെ ഒക്കെയാണ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അപ്പോഴത്തേന് അധ്യക്ഷനുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല പരിപാടിയായിരുന്നു. 26 വർഷം ഏഴൂലി എന്ന് പറയുന്ന സ്ഥലത്ത് അംഗൻവാടി ടീച്ചർ സെൻഡ് ഓഫിനാണ് ഞാനിന്ന് പോയത്. അപ്പം അത് ആ ഒരു നാട് നല്ല രീതിയിൽ അത് കൊണ്ടാടുക തന്നെ ചെയ്തു, ആ ഒരു സെൻഡ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവർ സംസാരിക്കാനായിട്ടുള്ള സമയം തന്നു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് അവർ പറഞ്ഞത്, നാട്ടിലെ വിവരങ്ങളൊക്കെ അറിയുന്നത്. എൻ്റെ അമ്മയുണ്ടായിരുന്നു ആ പരിപാടിയിൽ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. എൻ്റെ അമ്മയുണ്ടായിരുന്നു ആ പരിപാടിയിൽ. അപ്പോൾ നാട്ടിലെ വിവരങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്ന, നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റുകൾ കണ്ടിട്ടാണ്. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ജെസ്സി അലക്സ് എന്ന് പറയുന്ന മേഡം, അതായത് പുള്ളിക്കാരി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുള്ളിക്കാരി സംസാരിച്ചിട്ട് പുള്ളിക്കാരിക്ക് എന്തോ ധൃതിയുണ്ട്, പുള്ളിക്കാരി പോകാനായിട്ട് അങ്ങ് ഇറങ്ങിയപ്പം 2ാം നിലയുടെ മണ്ടയ്ക്കാണ്, അംഗൻവാടിയുടെ മണ്ടയ്ക്കാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനെ അധ്യക്ഷൻ പറഞ്ഞു, ഇന്നപോലെ നമ്മുടെ നാട്ടിലെ വിവരങ്ങളെല്ലാം അറിയുന്ന, ഇല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേറ്റുകൾ അദ്ദേഹത്തിൻ്റെ പേജിൽ കൂടാണ് നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ യൂട്യൂബറായിട്ടുള്ള ജോസ് മോഹൻ റാന്നി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അപ്പം ഒരിക്കലും ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോയതാണ്. ഒരിക്കലും 2 വാക്ക് സംസാരിക്കുമെന്ന്, ഒരിക്കലും ഒരു വേദി കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ച് പോയതൊന്നുമല്ല. അപ്പം അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടിട്ട് താഴെ പോയിട്ടുള്ള ജെസ്സി അലക്സ് മേഡം കയറി വന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഇന്ന പോലെ, അതായത് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിയിൽ എൻ്റെ അമ്മയും പങ്കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയുണ്ടായിരുന്നു, ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പം ഇത് കേട്ടിട്ട് മേഡം കയറി വന്നിട്ട് മേഡം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെന്നാലും ജോസ് മോഹൻ റാന്നി എന്ന് പറയുന്ന ആ യൂട്യൂബറിൻ്റെ കാര്യം ആളുകൾ ചോദിക്കും. അതുപോലെ തന്നെ അദ്ദേഹം എൻ്റെ നാട്ടുകാരനോടാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ മുന്നേ വെച്ച് ഒരിക്കലും എൻ്റെ കൂടപ്പറപ്പുകളോ, ഇല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരോ, ഇല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരോ ആരും, കാരണം എനിക്ക് ചെരുപ്പുമാല വരെ ഇടാൻ തയ്യാറായിട്ടുള്ള എൻ്റെ നാട്ടുകാരുണ്ട് കേട്ടോ. അപ്പം അവരുടെ മുന്നിൽ അവർ പോലും എന്നെപ്പറ്റി നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് മുന്നിൽ, അതായത് എനിക്ക് കിട്ടിയ ആ ഒരു പ്രശംസയല്ല ഞാൻ പറയുന്നത്, എൻ്റെ അമ്മയുടെ മുന്നേ വെച്ചിട്ട് ഇവരിങ്ങനെ പറഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് കിട്ടിയത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബഹുമതിയായിരുന്നു. അപ്പം ഞാൻ ഈ പ്രോഗ്രാമിന് മാക്സിമം പോകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. കാരണം എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാമിന് പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചതാണ്. എന്നിട്ടും ദൈവം എന്നെ അവിടെ കൊണ്ടെത്തിച്ചു. അത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീർന്നു. കാരണം ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ എൻ്റെ അമ്മയും അത് മനസ്സിലാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പൊതുജനങ്ങളുടെ അഭിപ്രായം, നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് വേണേലും എന്നെപ്പറ്റി പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ അങ്ങനെ നാട്ടുകാരുടെ സജഷനോ അങ്ങനെയുള്ള നോക്കി ജീവിക്കുന്നൊരു വ്യക്തിയല്ല. എനിക്കെന്ത് തോന്നുന്നു അത് ഞാൻ ചെയ്യും, അത് ആരാണെങ്കിലും ഞാൻ ചെയ്യും. അപ്പം അങ്ങനെ എൻ്റെ അമ്മയുടെ മുന്നേ വെച്ചിട്ട് എന്നെപ്പറ്റി ഇത്രയും നല്ല അഭിപ്രായം പറഞ്ഞ ഏഴൂലി എന്ന് പറയുന്ന ആ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒരിടത്തും കിട്ടാത്തൊരു അംഗീകാരമാണ് നിങ്ങളെനിക്ക് തന്നത്. അപ്പം ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കത്തില്ല. നിങ്ങളുടെ സ്വന്തം ജോസ് മോഹൻ റാന്നി കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്കല്ല, ഒരു മോനെ പറ്റി, അതായത് നാട്ടുകാർ ഒരു അമ്മയോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലുണ്ടല്ലോ, അതാണ് എനിക്ക് ആ ഒരു പരിപാടിയിൽ എനിക്ക് അനുഭവമായത്. കാരണം അവിടെ നിന്നുകൊണ്ട് തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്നെപ്പറ്റി ഇതുവരെ ആരും കുറ്റമല്ല, അതൊരു നല്ല കാര്യം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കാരണം ഇവർക്കൊക്കെ ഞാൻ ആവശ്യമുള്ളവനാണ്.
ആവശ്യമുള്ളവനാണ്, എല്ലാത്തിനും ആവശ്യമുള്ളവനാണ്. പക്ഷേ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ കറിവേപ്പില എടുത്ത് കളയുന്നോട്ട് എന്നെ എടുത്ത് കളയും. പിന്നെ ഞാൻ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും എനിക്കെന്നും കുറ്റങ്ങൾ മാത്രമേ ആളുകൾ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നാട് ഞാൻ കണ്ടു. അവരുടെ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അവരെന്നെ എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഒരുപാട് നന്ദിയുണ്ട് ഏഴോലി എന്ന് പറയുന്ന ആ നാട്ടിലെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ സ്വന്തം ജോസ് മൊറാനയാണ്.